സെബാസ്റ്റ്യൻ, പൂന്തോപ്പിൽ നിന്ന് വരുന്നു. സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച്, പൂന്തോപ്പ്. 2019 ജനുവരി 25 ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായി എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ, എൻ്റെ കാലിന് 1 വർഷമായി ഉപ്പൂറ്റി വേദനയും അസ്ഥി വളരുന്ന രോഗവുമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അസ്ഥി വളരുന്നത് ഒരിക്കലും അത് മാറില്ല, അത് വളർന്നുകൊണ്ടിരിക്കും, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാനെന്നും ഉടമ്പടി എടുത്ത ശേഷം ഞാനെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി തൈലവും ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ഉപ്പൂറ്റി അസ്ഥി വളരുന്ന വേദനയും അതും എനിക്ക് സൗഖ്യമായി ലഭിച്ചു. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി മരുന്നൊന്നും കഴിക്കുന്നില്ല. എനിക്ക് ആ അനുഗ്രഹം നൽകാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം 2025 മെയ് 31 രാവിലെ 5:45 ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു കാണയുണ്ട്. വെള്ളം പൊങ്ങി നിൽക്കുന്ന കാരണം നികന്നു നിൽക്കുകയായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു. ഞാൻ കാണയുടെ കലിങ്കൽ ചവിട്ടിയതാണെന്ന് പറഞ്ഞ് വെള്ളത്തിലോട്ടാണ് ചാടി വീണത്. 2 പ്രാവശ്യം ഞാൻ മുങ്ങിപ്പോയി. 3-ാമത്തെ പ്രാവശ്യം എൻ്റെ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ എങ്ങനെ കരയ്ക്കെത്തിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് എന്നെ കാത്തു സംരക്ഷിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആ കാണയിൽ വീണാൽ തൊട്ടടുത്ത സ്ലാബാണ്. ആ സ്ലാബിൽ വീണാൽ നമ്മൾ തല ഇടിക്കുന്ന മാതിരി ഞാൻ വീണത്. പക്ഷേ എൻ്റെ തല പോലും ഇടിച്ചില്ല, പൊട്ടിയില്ല, ഒന്നും എനിക്ക് പറ്റിയില്ല, ഒരു പോറൽ പോലും ഏൽച്ചില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചത്, എങ്ങനെ നീ രക്ഷപ്പെട്ടെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവിൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ രക്ഷപ്പെട്ടു. അതിനെ മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. 3-ാമത്തെ സാക്ഷ്യം 2019 ഞാൻ ഉടമ്പടിയിൽ വന്നപ്പോൾ എൻ്റെ നിയോഗമായി ഞാൻ വെച്ചു, വീട് സ്ഥലവും ഞങ്ങൾക്കില്ലായിരുന്നു. അത് ഓഹരി ലഭിച്ച് കിട്ടണമെന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായി കോവിഡിന് ശേഷം 2023 മാർച്ച് മാസത്തിൽ അത് ആധാരം രേഖാമൂലം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ അത് ആ ആധാരം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എവിടെ പോയെന്നറിയില്ല. ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആ ആധാരം ലഭിക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000. പ്രേക്ഷിത പ്രവർത്തനം 2019 മുതൽ ഞാൻ കൃപാസന പത്രം എല്ലാ മാസവും വന്ന് വാങ്ങിച്ച് ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രിയിലൊക്കെ കൊടുത്ത് എൻ്റെ അനുഭവം പങ്കുവെക്കുമായിരുന്നു. പിന്നെ വണ്ടാനത്ത് ആശുപത്രിയിൽ ഞങ്ങൾ ചോറ് വിതരണം ചെയ്യാറുണ്ട്. അവരോട് മാതാവിൻ്റെ കാശുരം കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പങ്കുവെക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും എനിക്ക് ദീപിവഴി പങ്കുകൊള്ളുവാനും 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ കുമ്പസാരിക്കുവാനും സാധിക്കുന്നു. എല്ലാ ദിവസവും 153 മണി ജപം ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും എനിക്ക് സാധിക്കുന്നു. 1 മണിക്കൂർ ഞാൻ ബൈബിൾ എല്ലാ ദിവസവും വായിക്കും. മറ്റുള്ളവരുടെ വിഷമം, മറ്റുള്ളവരോട് എൻ്റെ ഉടമ്പടിയുടെ കാര്യം പറഞ്ഞ എല്ലാവരോടും ഞാൻ പറയും, മാതാവിനെ പോയി കണ്ടാൽ മതി, മാതാവ് നിങ്ങളെ നോക്കിക്കൊള്ളും. എന്നിട്ട് അവർക്ക് ഓരോ കാശുരവും കൊടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ അവരോട് ഞാൻ പറയും. അവർ കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തവരുമുണ്ട്. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ചേച്ചി പറഞ്ഞത് ആ വെള്ളത്തിലകപ്പെട്ടപ്പോൾ 2 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങി. അപ്പോൾ 3-ാമത് മാതാവി എന്ന് പറഞ്ഞ് പൊങ്ങി എന്നുള്ളതാണ്. പിന്നെ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല. വീട്ടുകാർ ചോദിക്കുന്നു, നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും ലഭിക്കുന്നുണ്ട്. അതേപോലെ ചേച്ചിയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞതും ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതിന് മാറുകയില്ല, മരുന്ന് കഴിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. എന്നാൽ അതും ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വന്നപ്പോൾ ഡോക്ടേഴ്സ് മാറുകയില്ല എന്ന് പറഞ്ഞത് ആ അസുഖം പൂർണ്ണമായി മാറിപ്പോവുകയാണ്.
ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസാധ്യമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമുക്കിവിടെ മരിയൻ ഉടമ്പടിയിൽ വരുമ്പോൾ ഈശോയെയാണ് കാണിച്ചു തരുന്നത്. മരിയൻ ഉടമ്പടി ജീവിതം ഈശോ പറയുന്നത് അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.